നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരേ ഒരു പേരിലേക്ക് എത്തുന്നു. അത് ഒരു മനുഷ്യസ്നേഹിയുടെ പേര്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ഇവിടെ ജാതിയോ വർണ്ണമോ മതമോ രാഷ്ട്രീയവുമില്ലാതെ ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കി കാന്തപുരം മുസ്ലിയാർ ഇടപെട്ട ഒരു ഇടപെടൽ അഭിനന്ദിക്കുകയല്ലാതെ വയ്യ. നിമിഷപ്രിയ എന്ന് പറയുന്നത് ഒരു മനുഷ്യശ്രീയാണ്. ആ മനുഷ്യശ്രീക്ക് വേണ്ടി മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, വർണ്ണം നോക്കാതെ, നിറം നോക്കാതെ അവരുടെ മോചനത്തിന് വേണ്ടി ഇടപെടൽ നടത്തിയ കാന്തപുരം മുസ്ലിയാറിന് അഭിനന്ദനങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ. നമുക്കറിയാം, ഈ സംഭവം നടക്കുന്നത് 2017 യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ ജൂലൈയിൽ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീട്ടിനു മുകളിൽ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്നതാണ് കേസ് നിലനിൽക്കുന്നത്. 2017 കേസാണ്. അന്നു മുതൽ ഈ കേസിന് വേണ്ടി പോരാടുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. പാലക്കാട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ, പാലക്കാടാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് വധശിക്ഷ വിധിച്ചുകൊണ്ട് ഉത്തരവ് വരികയും നാളെ നടപ്പിലാക്കാനിരിക്കുമ്പോഴായിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ. ആ ഇടപെടൽ കൃത്യമായി തന്നെ മനുഷ്യ മനസാക്ഷിയെ ഏതൊക്കെ രീതിയിലാണ് അത് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ പ്രേരിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹത്തെ എതിർത്തവരുണ്ട്, രാഷ്ട്രീയപരമായും മതപരമായും എതിർത്തവരുണ്ട്. പക്ഷേ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു പേര് പറയുന്നു, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ. അതാണ് മനുഷ്യസ്നേഹം. നേരത്തെ ദയാദാനം സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നുമുള്ള നിലപാട് ഉറച്ചു നിൽക്കുകയായിരുന്നു കുടുംബം. ആ കുടുംബവുമായിട്ട് സംസാരിക്കണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ സൂഫി പണ്ഡിതന്മാർ കുടുംബവുമായി നടത്തിയ ചർച്ചയിലാണ് ഫലം കണ്ടത്. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ വധശിക്ഷ നീട്ടിവെച്ച കാര്യം അറിയിച്ചത് ഈ അംഗങ്ങളാണ് ഇത് അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇസ്ലാം മത പ്രകാരം ഒരാളെ കൊല്ലുന്നതും അതിന് കൂട്ടുനിൽക്കുന്നതും വലിയ തെറ്റാണ്. ഒരു ഇസ്ലാം രാഷ്ട്രമായതുകൊണ്ട് ആ വധശിക്ഷ ഏത് കാരണത്തിലാണെങ്കിലും ഒരു മാപ്പ് എന്ന് പറയുന്ന കാര്യം ഇസ്ലാം മതം എടുത്തു പറയുന്നുണ്ട്. അത് തന്നെയാണ് ഈ അബൂബക്കർ മുസ്ലിയാർ അവിടെയുള്ള മതപണ്ഡിതന്മാരെ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നത്. ഇനി വേണ്ടത് ലോകത്തുള്ള എല്ലാവരും പ്രാർത്ഥനയാണ്, ഇതിൽ നിന്നും മോചനം ലഭിക്കണമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പണ്ഡിതൻ ഇടപെടുകയും അത് മറ്റ് രാഷ്ട്രത്തിലെ പണ്ഡിതന്മാർ ഇടപെടുകയും പിന്നീട് അത് കോടതിയിലിരിക്കുന്ന കേസാണ്, കോടതിയിലേക്ക് എത്തുകയും കോടതി അതിന് ഒരു താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവ് വരികയും ചെയ്തു. ഇതിനെയാണ് നമ്മൾ കാണേണ്ടത്. വർഗീയം മാത്രം ചിന്തിക്കുന്ന ആളുകൾ, വർഗീയ വിഷവിത്ത് വിളമ്പുന്ന ആളുകൾ, ഒരാളെ മറ്റൊരു മതത്തിലുള്ളവനെ കണ്ടാൽ അവൻ വർഗീയവാദി എന്ന് പറയുന്ന നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ 100 പേരുണ്ടെങ്കിൽ ഒരാളായിരിക്കും അങ്ങനെ വർഗീയത ഉണ്ടാക്കുന്നത്. ബാക്കി 99 പേരും ഒരു സഹോദരന് തുല്യമായി, അല്ലെങ്കിൽ ഒരു സഹോദരന് തുല്യമായി ഹിന്ദുവും ക്രിസ്തുവും മുസൽമാനും കൈകോർത്ത് വാഴുന്ന കേരളമാണ്. ആ കേരളത്തിൽ വർഗീയതയ്ക്ക് ഒരു സ്ഥാനവുമില്ലെന്ന് ഉറപ്പിക്കുന്ന നിലയിലാണ് അന്യമതസ്ഥയായ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായ അബൂബക്കർ മുസ്ലിയാറിൻ്റെ ഇടപെടൽ. അത് തന്നെയാണ് കേരളം ഒന്നാകെ കൈയടിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ അറിയാം, അദ്ദേഹത്തെ എതിർത്തവരുണ്ട്, അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിച്ചവരുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. മതം നോക്കിയില്ല, രാഷ്ട്രീയം നോക്കിയില്ല, എല്ലാവരും ഒരുമിച്ചാണ്. ഇസ്ലാം മതപ്രകാരം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരാൾ തൊട്ടയൽവക്കത്തെ വീട്ടുകാർ പട്ടിണി കിടന്നാൽ ആ പട്ടിണി എന്താണെന്ന് അന്വേഷിച്ച് അവർക്ക് ഭക്ഷണം നൽകണമെന്ന് പറയുന്ന ഇസ്ലാം മതം അവിടെ വർഗീയത പഠിപ്പിക്കുന്നില്ല. ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ്. നമ്മളൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു നായ ഒരു സ്ത്രീ, ആ സ്ത്രീ വേശ്യയെന്നാണ് ചിത്രീകരിക്കുന്നത്. ആ നായയ്ക്ക് ദാഹജലം കൊടുത്തപ്പോൾ അവർക്ക് മാപ്പ് കൊടുത്തതാണ് ഇസ്ലാം മതം പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ആളുകളെ കാണുന്നതും മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും കാണേണ്ടതെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്നിട്ടാണ് ഇവിടെ തീവ്രവാദങ്ങൾ വളരുന്നത്.
ഈ തീവ്രവാദത്തിനൊന്നും ഇസ്ലാം മത വിശ്വാസികൾ കൂട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ, 2-3 പേരെഴുതിയ കുറിപ്പുകൾ ഞാനൊന്ന് വായിക്കാം. നിമിഷപ്രിയ വിഷയത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞ് മലയാളി മനസാക്ഷി വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് പ്രതീക്ഷയുടെ പൊൻകിരണം പോലെ ആദരണീയനായ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ. അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഫലമായി വധശിക്ഷ നീട്ടിവെച്ചെന്ന സന്തോഷ വാർത്തയും കേൾക്കാൻ സാധിച്ചിരിക്കുന്നു. ഉസ്താദിൻ്റെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, സന്തോഷം അറിയിച്ചു. നമുക്ക് ഇദ്ദേഹത്തിനൊപ്പം ചേരാം. അവകാശങ്ങൾ ചോദിച്ച് കലഹിക്കുമ്പോൾ മാത്രമല്ല, അവകാശങ്ങൾക്കൊപ്പം ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ടെന്ന് പഠിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ ഒരു പണ്ഡിതനാകുന്നത്. ഒരാൾ യഥാർത്ഥ പണ്ഡിതനാകുന്നതിൻ്റെ ഒരു പോസ്റ്റാണ് ഞാൻ വായിച്ചത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ, അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയക്കാർ, സാമൂഹിക സേവനത്തിനുള്ളവർ, സാംസ്കാരിക നായകന്മാർ, സിനിമാ പ്രവർത്തകർ എല്ലാവരും ഒരേ സ്വരത്തിലാണ് ഈ വിഷയത്തിൽ അബൂബക്കർ മുസ്ലിയാരെ അഭിനന്ദിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ യാത്രയോടൊപ്പം, ഇദ്ദേഹത്തിൻ്റെ ഇടപെടലിനോടൊപ്പം നമുക്കും അണിചേരണം. ആ സഹോദരിയെ നാട്ടിലെത്തിക്കണം. പല രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ടായി, പല രാഷ്ട്രീയക്കാരുടെ ഇടപെടലൊക്കെ നടന്നിട്ടുണ്ടാകാം. അതിനപ്പുറത്തേക്കാണ് ഒരു പണ്ഡിതൻ യമനിലെ പണ്ഡിതനുമായി സംസാരിക്കുമ്പോൾ ആ പണ്ഡിതൻ്റെ മനസ്സിൽ ഉദിച്ചു വന്നു. നമ്മളിപ്പം ഒരാളെ തൂക്കിക്കൊല്ലാൻ പോകുമ്പോൾ തന്നെ അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്ന നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് തന്നെയാണ് അത്തരമൊരു വിധിയിൽ നിന്നും പിന്മാറണം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ഇനി ഈ കൊല്ലപ്പെട്ട ആ കുടുംബം മാപ്പ് നൽകി കോടതിയിൽ ബോധിപ്പിച്ചാൽ മാത്രമാണ്, അതിനുവേണ്ട പണം നൽകാനും തയ്യാറാണ്, അതിനുള്ള പണം സ്വരൂപിക്കാനും ഒന്നടങ്കം തയ്യാറാണ് കേരളത്തിലെ മലയാളികൾ. അതുകൊണ്ട് തന്നെയാണ് ഈ അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഇത്രമാത്രം അഭിനന്ദനമായത്. നമുക്ക് കൈകോർക്കാം നിമിഷപ്രിയയ്ക്ക് വേണ്ടി. ഇനിയും ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. തെറ്റ് ചെയ്യാത്തവരാരുമില്ല. തെറ്റ് ചെയ്താൽ അത് തിരുത്തപ്പെടണം. വർഗീയത മാത്രം പറയുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മളാരും മരിക്കുമ്പോൾ ഒന്നും ഈ ലോകത്തിൽ നിന്നും കൊണ്ടുപോകുന്നില്ല. നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ അനാഥമായി പോകുന്നു. അതോർത്താൽ നമുക്ക് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനികളും ഒരുപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിമിഷപ്രിയയുടെ ഈ മോചനത്തിനായുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ ഇടപെടൽ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.